പ്രിയ ദൈവജനമേ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തന വിഷയം. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ അനന്തമായ കരുണയെയും സ്നേഹത്തെയും കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ചോദിക്കുന്നവർക്ക് നൽകുന്നവനും അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്താൻ അനുവാദം നൽകുന്നവനുമായ ഒരു ദൈവം, ഒരു നല്ല അപ്പൻ നിങ്ങൾക്കും എനിക്കുമുണ്ട്. പ്രാർത്ഥന എന്നത് കേവലം വാക്കുകളല്ല, മറിച്ച് ദൈവവുമായുള്ള ആഴമായ ബന്ധമാണെന്ന്, നിരന്തര സ്നേഹ സംഭാഷണമാണെന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. മക്കൾ ചോദിക്കുമ്പോൾ കല്ലും പാമ്പും നൽകുന്നവരല്ല ലൗകിക പിതാക്കന്മാരെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ മക്കൾക്ക് എത്രയധികം നന്മകൾ നൽകും. നമ്മുടെ ആവശ്യങ്ങൾക്കപ്പുറം ദൈവഹിതത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് പ്രാർത്ഥന പൂർണ്ണമാകുന്നത്. പ്രിയ സഹോദര സഹോദരി, വിശ്വാസത്തോടെ മുട്ടുന്നവർക്കായി സ്വർഗത്തിൻ്റെ വാതിലുകൾ എന്നും തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഈ വചനഭാഗം നമുക്ക് ഉറപ്പ് നൽകുന്നു. മറ്റുള്ളവർ നമുക്ക് എന്ത് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് ആദ്യം അവർക്ക് ചെയ്യുക എന്ന സ്വർണ്ണ നിയമം ക്രിസ്തു ഇവിടെ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു. ഇത് കേവലം ഒരു ധാർമ്മിക ഉപദേശമല്ല, പ്രത്യുത ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലയാണ്. പ്രാർത്ഥനയിലൂടെ ദൈവത്തിൽ നിന്ന് നന്മകൾ സ്വീകരിക്കുന്ന നമ്മൾ ആ നന്മ മറ്റുള്ളവരിലേക്ക് പകരാൻ കടപ്പെട്ടവരാണ്. ക്രിസ്തു സാക്ഷികളായി എന്നും ജീവിക്കുവാൻ നിയമത്തെയും പ്രവാചകന്മാരെയും പൂർത്തിയാക്കുന്ന സ്നേഹത്തിൻ്റെ ഈ വഴിയിലൂടെ വേണം ഓരോ വിശ്വാസിയും, നിങ്ങളും ഞാനും സഞ്ചരിക്കാൻ. സ്വാർത്ഥത വെടിഞ്ഞ് പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവത്തോടുള്ള ഭക്തിയും മനുഷ്യനോടുള്ള കരുണയും ഒന്നുചേരുമ്പോഴാണ് സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ അർത്ഥപൂർണമാകുന്നത്. അവിടുത്തെ കൃപയാൽ നമുക്ക് ഈ സ്നേഹപാതയിൽ ഒരുമിച്ച് മുന്നേറാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.